സെപ്റ്റംബർ 30 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ അന്റോണിനൂസ്, വിശുദ്ധ എങ്കട്നൽ, ഉദ്ദീപകനായ വിശുദ്ധ ഗ്രിഗറി, കാൻറ്റർബറിയിലെ വിശുദ്ധ ഹൊണ്ണേരിയൂസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ ലൗറൂസ്. വിശുദ്ധ ജെറോം 345-420 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജെറോം ജീവിച്ചിരുന്നത്. ഇന്ന് യുഗോസ്ലാവിയ എന്നറിയപ്പെടുന്ന ഡെൽമേഷ്യയിലാണ് വിശുദ്ധ ജെറോം ജനിച്ചത്. വിശുദ്ധ ജെറോം എന്നറിയപ്പെടുന്നതിന് മുൻപ് യൂസിബിയസ്, സോഫ്രോണിയസ്, ഹൈറോണിമസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. റോമിൽ പഠനം പൂർത്തിയാക്കി. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദാഹം വളരെ തീവ്രമായിരുന്നു. ഗ്രീക്കും ലത്തീനും നന്നായി പഠിച്ചു. വ്യാകരണകർത്താവായ ദൊണ്ണാത്തൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. ലൗകായികത്വവും ആശാപാശങ്ങളുടെ വിഹാരവും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരംശമായിരുന്നു. ദമാസുസ് മാർപ്പാപ്പയ്ക്ക് ജെറോം എഴുതിയിട്ടുള്ളൊരു കത്തിൽ നിന്ന് അദ്ദേഹം റോമായിൽ വെച്ച് ജ്ഞാനസ്നാനപ്പെട്ടിരിക്കാമെന്നാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. റോമായിൽ വെച്ച് അദ്ദേഹം സ്വന്തമായി ഒരു ഗ്രന്ഥശേഖരമുണ്ടാക്കി. 377 അന്ത്യോക്യയിലെ പൗളിനസ് പാത്രിയാർക്കീസിൻ്റെ കരങ്ങളാൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. അനന്തരം പലസ്തീന സന്ദർശിച്ച് വിശുദ്ധ സ്ഥലങ്ങൾ പരിചയപ്പെടുകയും ഹീബ്രു പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 380 കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ്റെ കീഴിൽ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനിടയായി. 391 ഡമാസുസ് മാർപ്പാപ്പ ജെറോമിനെ റോമിലേക്ക് വിളിച്ചു തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു. ലയോ, ഫബിയോള, പൗള, എവൂസ്റ്റാക്കിയ മുതലായ പല ഭക്തസ്ത്രീകൾക്കും അദ്ദേഹം ജ്ഞാനോപദേശം നൽകിയിട്ടുണ്ട്. റോമായിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയ്ക്ക് ഹീബ്രു മൂലത്തെ ആധാരമാക്കി തിരുത്തലുകൾ വരുത്തുവാൻ ഡമാസുസ് പാപ്പ ജെറോമിനെ ഏൽപ്പിച്ചു. ജെറോം ഉടനെ ബെത്ലഹേമിലേക്ക് പോയി. തൻ്റെ ഏകാന്തവാസ സ്ഥലത്ത് നിന്ന് 30 വർഷത്തേക്ക് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ മുതലായ വിശിഷ്ട ഗ്രന്ഥങ്ങൾ ക്രിസ്തീയ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്നു. ജ്ഞാനം, പ്രഭാഷകൻ, ബാറൂക്ക്, മക്കബായർ എന്നീ ഗ്രന്ഥങ്ങളൊഴികെ ഇതര പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഹീബ്രുവിൽ നിന്നും അരമായിക്കിൽ നിന്നും പുതുതായി പരിഭാഷപ്പെടുത്തി. പുതിയ നിയമം വായിച്ച് പരിഭാഷ പരിഷ്കരിച്ചു. 18 കൊല്ലം കൊണ്ടാണ് ഇത്രയും ചെയ്തത്. ഇങ്ങനെയാണ് വളരെ പ്രചാരത്തിലായ ലത്തീൻ പരിഭാഷ അഥവാ ഉൾഗാത്ത വിശുദ്ധ ഗ്രന്ഥ പരിഭാഷ നിലവിൽ വന്നത്. ജെറോമിന് അജ്ഞാതമായിട്ടുള്ളത് എന്താണെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. ജെറോം ആത്മാർത്ഥത നിറഞ്ഞ ധീരതയുള്ളൊരു മനുഷ്യനായിരുന്നു. നിർഭയനായൊരു വിമർശകനായിരുന്നു. ഒരു സാധാരണ മനുഷ്യനുള്ള സാൻമാർഗിക പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. തന്മൂലം ബെത്ലഹേം ഗുഹയിലെ ഏകാന്തതയും പ്രായച്ചിത്തങ്ങളും ഉപവാസവും വഴി അദ്ദേഹം അവയെല്ലാം നിയന്ത്രിച്ചു പോന്നു. അദ്ദേഹം ക്ഷിപ്രകോപിയായിരുന്നെങ്കിലും സത്വരം ക്ഷമിച്ചിരുന്നു. വിശുദ്ധ ജെറോമിൻ്റെ നെഞ്ചിൽ കല്ലുകൊണ്ട് അദ്ദേഹം ഇടിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് ഒരു മാർപ്പാപ്പ ഇങ്ങനെ പ്രസ്താവിച്ചു: അങ്ങ് ആ കല്ല് കയ്യിൽ പിടിക്കുക തന്നെ വേണം. അതുകൂടാതെ അങ്ങേ തിരുസഭ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യുകയില്ലായിരുന്നു. ബെത്ലഹേമിൽ കർത്താവ് ജനിച്ച ഗുഹയിലാണ് ജെറോം താമസിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ തന്നെ താമസിച്ച് 420 സെപ്റ്റംബർ 30 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ സെയിൻറ്റ് മേരി മേജറിൻ്റെ ബസിലിക്കയിൽ അടക്കം ചെയ്തു. പുരാവസ്തു ഗവേഷകർ, ബൈബിൾ പണ്ഡിതർ, വിദ്യാർത്ഥികൾ, ലൈബ്രറിയൻ, സ്കോളേഴ്സ്, വിവർത്തകർ എന്നിവരുടെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ ജെറോമിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയുള്ള അജ്ഞത ക്രിസ്തുവിനെ പറ്റിയുള്ള അജ്ഞതയായിരിക്കും. സദാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ ദൈവമാകട്ടെ പിശാചാകട്ടെ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ കരങ്ങൾ നിറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ വിശുദ്ധ ജെറോമിനെ നമുക്ക് എന്നും അനുസ്മരിക്കാം.